എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. CSEBക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്പോർട്സ്. സാധാരണ നമുക്ക് ചോദിക്കുന്നത് 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഗെയിംസ്, അതായത് ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഫിഫ വേൾഡ് കപ്പ്, ICC വൺ ഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, അതുപോലെ ഒളിമ്പിക്സ്. ഇതൊക്കെ 4 വർഷം കൂടുമ്പോൾ വരുന്ന ഗെയിംസാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഉള്ള CSEBയിലെ സ്പോർട്സ് ഏരിയ. അപ്പോൾ അതിനുള്ള നിലവിലെ വേദികൾ എവിടേക്കാണ് ഓരോ ഗെയിംസ് നടക്കാൻ പോകുന്നത്, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഏഷ്യൻ ഗെയിംസ് നോക്കാം. ഏഷ്യൻ ഗെയിംസിന് പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന് പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുരുദത്ത് സോദി. ഇനി സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ്, ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1951, 1951. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 നടന്ന സ്ഥലം ന്യൂഡൽഹി. ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിലായിരുന്നു ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ്. ആ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഷ്യൻ ഗെയിംസ് എന്ന് പേരിട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസ് എന്ന് പേരിട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ 2 തവണയാണ് ആതിഥേയത്വം വഹിച്ചാണ്, 2 പ്രാവശ്യം, 1951 1982. അതിന് വേദിയായ നഗരം ന്യൂഡൽഹി തന്നെ. 1951 1982 ഇന്ത്യ വേദിയായത്. അത് ക്യാപിറ്റലായ ന്യൂഡൽഹിയിലായിരുന്നു. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ കേരള PS, മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്, ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ബാങ്കോക്ക് തായ്ലാൻഡിൽ 4 ടൈംസ്, 4 പ്രാവശ്യം വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഇപ്പോൾ സാധാരണ കേരള PSക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവാര് ഗുരുദത്ത് സോദി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1951, വേദി ന്യൂഡൽഹി. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെയ്മഡ് ബൈ, അതിന് പേരിട്ട വ്യക്തി, ഏഷ്യൻ ഗെയിംസ് എന്ന് പേരിട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ 2 തവണയാണ് വേദിയായ, 1951 1982. വേദിയായ നഗരമാണ് ന്യൂഡൽഹി. മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്, ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ബാങ്കോക്ക് തായ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. അവർ 4 പ്രാവശ്യം വേദിയായിട്ടുണ്ട്. ഇനി നടക്കാൻ പോണ വേദികൾ കറണ്ട് അഫെയർ നോക്കാം. ഏഷ്യൻ ഗെയിംസിൻ്റെ വേദികൾ നമുക്ക് ആകെ 3 പ്രീവിയസ് ആണുള്ളത്. 2018, 2022, 2026. 2018 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായിരുന്നു ജക്കാർത്ത, ഇന്തോനേഷ്യ. 2018 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായിരുന്നു ജക്കാർത്ത, ഇന്തോനേഷ്യ. 2022 സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 2022 വേദിയായിരുന്നു ഹാങ്ഷു, ചൈന. ചൈനയിലെ നഗരമാണ് ഹാങ്ഷു. 2022 വേദിയായിരുന്നു ഹാങ്ഷു, ചൈന. 22 കൊറോണ കാരണം കൊണ്ട് 23 ആ ഗെയിംസ് നടത്തിയത്. 2022 വേദി ഹാങ്ഷു, ചൈന. ഇനി നടക്കാൻ പോകുന്നത് 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദിയാണ് എയ്ച്ചി നഗോയ, ജപ്പാനില്. എയ്ച്ചി നഗോയ, ജപ്പാനില്. അപ്പോൾ 3 ഓർത്തേക്ക. 2018 വേദി ജക്കാർത്ത, ഇന്തോനേഷ്യ. 2022 വേദി സ്ഥിരം ക്വസ്റ്റ്യൻ ഹാങ്ഷു, ചൈന. 2026 വേദിയാണ് എയ്ച്ചി നഗോയ, ജപ്പാൻ. ഇനി അഡീഷണൽ ആയിട്ട് ഓർത്തേക്ക. 2030 വേദിയാണ് ദോഹ, ഖത്തർ. ദോഹ, ഖത്തർ. ഖത്തറിന്റെ ക്യാപിറ്റലാണ് ദോഹ. 2034 വേദിയാണ് റിയാദ്. റിയാദ് സൗദി അറേബ്യയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ഓർത്തേക്ക, ഇങ്ങനെ ഓർത്തേക്ക, ഇഞ്ചി ജാക്കാസാവു, ഇഞ്ചി ജാക്കാസാവു, അങ്ങനെ ഓർത്തേക്ക. ആദ്യത്തെ ഇന്തോനേഷ്യ ജക്കാർത്ത, ചൈന ഹാങ്ഷു, ജപ്പാൻ എയ്ച്ചി നഗോയ, ഖത്തർ ദോഹ, സൗദി അറേബ്യ റിയാദ്. ഇത് 3 സ്ഥിരം ക്വസ്റ്റ്യൻ. 2018 വേദി ജക്കാർത്ത, 22 ഹാങ്ഷു, ചൈന. 2026 വേദി എയ്ച്ചി നഗോയ, ജപ്പാൻ. ഇനി നമുക്ക് CSEB റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 20 ഓഗസ്റ്റ് 2023 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദി ഫോളോവിങ് സിറ്റി ഹാസ് ഹോസ്റ്റഡ് ദി മാക്സിമം ഏഷ്യൻ ഗെയിംസ്. CSEB 1036/2023. ഓപ്ഷൻ എ ജക്കാർത്ത, ഓപ്ഷൻ ബി ബാങ്കോക്ക്, ഓപ്ഷൻ സി ബെയ്ജിംഗ്, ഓപ്ഷൻ ഡി ഡൽഹി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഏറ്റവും കൂടുതൽ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏത്? 4 തവണ വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, ബാങ്കോക്ക്. ഇനി നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് നോക്കാം. കോമൺവെൽത്ത് ഗെയിംസ്
ബ്രിട്ടന്റെ കോളനികളായിട്ടുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. ബ്രിട്ടന്റെ കോളനികൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവരെ കൂട്ടായ്മയിൽ നടക്കുന്ന ടൂർണമെന്റ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഷ്ലി കൂപ്പർ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവാണ് ആഷ്ലി കൂപ്പർ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷമാണ് 1930. വേദിയായ രാജ്യം കാനഡ. കാനഡയിലെ സിറ്റി ആയിരുന്നു ഹാമിൽട്ടൺ. ഫസ്റ്റ് 1930 1930 വേദി ഹാമിൽട്ടൺ കാനഡ. ഇനി ഏഷ്യൻ നഗരങ്ങൾ അത് രണ്ടും പ്രിയസാ. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം അത് കോലാലംപൂർ 1998. മലേഷ്യയുടെ ക്യാപിറ്റലാണ് കോലാലംപൂർ. ഫസ്റ്റ് ഏഷ്യൻ സിറ്റിയാണ് കോലാലംപൂർ 1998. ആദ്യ വേദിയായ ഏഷ്യൻ സിറ്റി കോലാലംപൂർ. സ്ഥിരം ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഏഷ്യൻ സിറ്റി, രണ്ടാമത്തെ ഏഷ്യൻ നഗരം ഏത്? അത് ന്യൂഡൽഹി 2010. ഈ വർഷം മറന്നു വരുത്, 2010 ന്യൂഡൽഹി വേദിയായത്. കോമൺവെൽത്ത് ഗെയിംസിന് ന്യൂഡൽഹി വേദിയായ വർഷം 2010, സെക്കൻഡ് ഏഷ്യൻ സിറ്റി. ഇനി മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്, ഏറ്റവും കൂടുതൽ തവണ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ രാജ്യം ഏത്? ഓസ്ട്രേലിയ 5 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ തവണ വേദിയായ രാജ്യം ഓസ്ട്രേലിയ 5 പ്രാവശ്യം. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. നിലവിലെ വേദികൾ എവിടെയൊക്കെയാണെന്ന്. കോമൺവെൽത്ത് ഗെയിംസിന് സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻ. 2012 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയയിലായിരുന്നു 2012 വേദി. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ, കേരള BSc 2-3 പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ. 2022 വേദി എവിടെയായിരുന്നു? ബിർമിംഗ്ഹാം ഇംഗ്ലണ്ടില്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ബിർമിംഗ്ഹാം ഇംഗ്ലണ്ട്. ഇനി 2026 നടക്കാൻ പോകുന്നത് അത് സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയ ഓസ്ട്രേലിയയിലാണ്. അത് തർക്കത്തിലാണ് നിൽക്കുന്നത്. അതായത് ആ ബിഡിന്ന് വിക്ടോറിയ സ്റ്റേറ്റ് പിൻവാങ്ങി. അതുകൊണ്ട് പുതിയ ബിഡ് രണ്ടാമത് നടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഏറ്റെടുത്തായിരുന്നത് വിക്ടോറിയ സ്റ്റേറ്റ് ഓസ്ട്രേലിയ ആയിരുന്നു. അതിന് ബിഡിൽ നിന്ന് വിക്ടോറിയ സ്റ്റേറ്റ് പിൻവാങ്ങി. അപ്പോൾ നമുക്ക് സ്ഥിരമുള്ള 2 ക്വസ്റ്റ്യനുള്ളൂ. 2012 ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ, 2022 ബിർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ, 2026 നടക്കാൻ വേണ്ടിയിട്ട് ബിഡ് ഏറ്റെടുത്തത് വിക്ടോറിയ സ്റ്റേറ്റ് ഓസ്ട്രേലിയ ആയിരുന്നു. ഇത് തർക്കത്തിൽ നിൽക്കാണ്. രണ്ടാമത് റീബിഡിങ് വരാൻ പോവാണ്. ഇനി നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ റീസെൻ്റ്ലി നടന്ന പ്രീവിയസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. CSEB പ്രീവിയസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഈസ് നോട്ട് പാർട്ട് ഓഫ് കോമൺവെൽത്ത്? CSEB സ്ഥിരമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഈസ് നോട്ട് പാർട്ട് ഓഫ് കോമൺവെൽത്ത്? 2015 മുതൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ഓപ്ഷൻ തന്നെയാണ് കോപ്പി പേസ്റ്റ്. ഇപ്പം റീസെൻ്റ് വെച്ചത് CSEB 2000/2022, CSEB 1023/2023. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി കാനഡ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? കോമൺവെൽത്തിന്റെ ഭാഗമല്ലാത്ത രാജ്യമേത്? അത് ബ്രിട്ടന്റെ കോളനി അല്ലാത്ത രാജ്യം ഏത്? നോക്കാം. ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ രാജ്യമാണ് 2010 ന്യൂഡൽഹിയിൽ. ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ തവണ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ രാജ്യമാണ് ഓസ്ട്രേലിയ 5 പ്രാവശ്യം. ഇനി കാനഡ ആദ്യം ആരംഭിച്ചത് കാനഡയിലെ ഹാമിൽട്ടണിൽ 1930. അപ്പോൾ കോമൺവെൽത്തിന്റെ ഭാഗമല്ലാത്ത രാജ്യം ഏതാണ്? ജപ്പാൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ജപ്പാൻ. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഓർത്തേക്കുക. സെയിം ഓപ്ഷനാണ് വരാറ്. സി ജപ്പാനാണ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി വെന്യൂ ഫോർ ദി 2022 കോമൺവെൽത്ത് ഗെയിംസ്? CSEB 2016/2022 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബിർമിംഗ്ഹാം, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ഗ്രീസ്, ഓപ്ഷൻ ഡി ലാഹോർ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ബിർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ. ഇനി നമുക്ക് ഫിഫ വേൾഡ് കപ്പ് നോക്കാം. ഫിഫ വേൾഡ് കപ്പ് CSEBക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഏരിയ ആണ് ഫിഫ വേൾഡ് കപ്പ്. അതിൽ കേരള BSc പ്രീവിയസ് കൂടെയും ഉൾപ്പെടുത്തിയേക്കണം. ഫിഫ വേൾഡ് കപ്പിന് ആദ്യമായിട്ട് വേദിയായ രാജ്യം യുറുഗയാണ്. ഫിഫ വേൾഡ് കപ്പ് ആദ്യമായി നടന്ന രാജ്യം യുറുഗയാണ്. ആദ്യ ചാമ്പ്യന്മാരും ചോദിച്ചാലും യുറുഗയാണ് ആൻസർ. ആദ്യത്തെ വേദി യുറുഗയാണ്. ആദ്യത്തെ ചാമ്പ്യന്മാരും ചോദിച്ചാലും യുറുഗയാണ്. ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് നടന്ന വർഷം 1930. മൂന്നും പ്രീവിയസ്. ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് 1930. അതിന് വേദിയായ രാജ്യവും ആദ്യ ചാമ്പ്യന്മാരും സെയിം തന്നെയാണ് യുറുഗായ്. ആദ്യത്തെ ജേതാക്കളും ആദ്യത്തെ വേദിയും യുറുഗയാണ്.
യുറുഗൈ അർജന്റീനയെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിയത്. ഇനി നിലവിലെ വേദികൾ എവിടേക്കാന്ന്? ആദ്യത്തെ 3 സ്ഥിരം ക്വസ്റ്റ്യൻ. 2012 വേദി റഷ്യ ആയിരുന്നു. 2012 ഫിഫ വേൾഡ് കപ്പിന്റെ വേദി റഷ്യ ആയിരുന്നു. 2022 വേദിയായിരുന്നു ഖത്തർ. 2022 വേദി ഖത്തർ. 2026 വേദിയാകുന്ന രാജ്യങ്ങൾ 3 രാജ്യങ്ങളാണ്: USA, കാനഡ, മെക്സിക്കോ. അപ്പോൾ PSC ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എയിൽ USA, ഓപ്ഷൻ ബിയിൽ കാനഡ, ഓപ്ഷൻ സിയിൽ മെക്സിക്കോ, ഓപ്ഷൻ ഡിയിലായിരിക്കും ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തേണ്ടത് ഓൾ ഓഫ് ദി എബോവ് ആണ്. 2026 വേദി USA, കാനഡ, മെക്സിക്കോ. ഇനി നോക്കാം, 1930 ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ഇനി അതിന് 100ാം വർഷം വരുന്നത് 2030 സെന്റിനറി ഇയർ 2030. ഇപ്പോൾ 2030 മെയിൻ ഹോസ്റ്റ് 100ാം വർഷം ആചരിക്കുന്നതുകൊണ്ട് മെയിൻ ഹോസ്റ്റ് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഇവരാണ് മെയിനായിട്ടുള്ള ആതിഥേയ രാജ്യങ്ങൾ. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഇനി ഓർത്തേക്കുക, 1930 വേൾഡ് കപ്പ് ആരംഭിച്ചത്. അതിൻ്റെ 100ാം വർഷമാണ് 2030. അതുകൊണ്ട് ആനിവേഴ്സറി മെയിൻ ഹോസ്റ്റ്, ആനിവേഴ്സറി മാച്ച് ഹോസ്റ്റുകൾ 3 രാജ്യങ്ങൾ: അർജന്റീന, യുറുഗായ്, പരാഗ്വായ്. ആനിവേഴ്സറി ആയതുകൊണ്ട് ആനിവേഴ്സറി ഹോസ്റ്റുകൾ 3 രാജ്യങ്ങൾ: അർജന്റീന, യുറുഗായ്, പരാഗ്വായ്. 2034 വേദിയാണ് സൗദി അറേബ്യ. 2034 വേദി സൗദി അറേബ്യ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖത്തർ. ഖത്തറിലെ ഫിഫ വേൾഡ് കപ്പ് നോക്കാം. 22ാമത് ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തർ നോക്കാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ചാമ്പ്യൻസ് അർജന്റീന. അർജന്റീനയായിരുന്നു ചാമ്പ്യന്മാർ. അവരുടെ 3rd ടൈറ്റിൽ, 3ാമത്തെ ടൈറ്റിലാണ് നേടിയത്. മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഫിഫ വേൾഡ് കപ്പിൽ മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്നറിയപ്പെടുന്നത് ബ്രസീലാണ്. ബ്രസീലിന് 5 തവണ ഫിഫ വേൾഡ് കപ്പ് ലഭിച്ചിട്ടുണ്ട്, 5 പ്രാവശ്യം. സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത് 2 രാജ്യങ്ങളാണ്: ജർമ്മനി ആൻഡ് ഇറ്റലി. ജർമ്മനി ആൻഡ് ഇറ്റലി, അവർക്ക് 4 പ്രാവശ്യം. അപ്പോൾ മോസ്റ്റ് സക്സസ്ഫുൾ ടീം ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലാണ്, 5 പ്രാവശ്യം. 2ാം സ്ഥാനം സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ടീം 2 പേര്, ജർമ്മനി ആൻഡ് ഇറ്റലി, 4 പ്രാവശ്യം. അർജന്റീന 2022 നേടിയത് അവരുടെ 3rd ടൈറ്റിലാണ്, 3ാമത്തെ ടൈറ്റിൽ. ഇനി ചോദിക്കുന്നത് ചാമ്പ്യന്മാരുടെ ക്വസ്റ്റ്യൻസ് 2 അർജന്റീനയുടെ ക്യാപ്റ്റനായിരുന്നു ലയണൽ മെസ്സി. അർജന്റീനയുടെ ക്യാപ്റ്റനാണ് ലയണൽ മെസ്സി. അർജന്റീനയുടെ കോച്ചാണ് ലയണൽ സ്കലോണി. ഇതെല്ലാം പ്രീവിയസ് ആണ്. ചാമ്പ്യൻസ് അർജന്റീന, അവരുടെ 3rd ടൈറ്റിൽ. മോസ്റ്റ് സക്സസ്ഫുൾ ടീം ചോദിക്കുകയാണെങ്കിൽ ബ്രസീൽ 5 പ്രാവശ്യം. സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ടീമാണ് ജർമ്മനി ആൻഡ് ഇറ്റലി, 4 പ്രാവശ്യം. അർജന്റീന 2022 നേടിയത് അവരുടെ 3rd ടൈറ്റിൽ. ആ ചാമ്പ്യന്മാർ അർജന്റീനയുടെ ക്യാപ്റ്റനാണ് ലയണൽ മെസ്സി. അർജന്റീനയുടെ കോച്ചായിരുന്നു ലയണൽ സ്കലോണി. മാറിപ്പോരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, 2022 ഖത്തർ വേൾഡ് കപ്പിൽ സെമിഫൈനലിൽ പ്രവേശിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാന്ന്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന്. അപ്പോൾ ഓർത്തേക്കുക, അർജന്റീന ചാമ്പ്യന്മാർ. റണ്ണേഴ്സ് അപ്പ് 2ാം സ്ഥാനക്കാർ ഫ്രാൻസ്, 3ാം സ്ഥാനക്കാർ ക്രൊയേഷ്യ, 4ാം സ്ഥാനക്കാർ മൊറോക്കോ. അപ്പോൾ ഈ 4 പേരും ഓർത്തിരിക്കണേ, 4ഉം പ്രീവിയസ്. ചാമ്പ്യന്മാർ അർജന്റീന, റണ്ണറപ്പ് സെക്കൻഡ് പ്ലേസ് ഫ്രാൻസ്, 3rd പ്ലേസ് ക്രൊയേഷ്യ, 4ാം സ്ഥാനം മൊറോക്കോ. മൊറോക്കോയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഫിഫ വേൾഡ് കപ്പിന് ചരിത്രത്തിൽ, ലോകകപ്പിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഇത്. ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. അപ്പോൾ സെമിഫൈനലിസ്റ്റുകൾ 4 പേര്: അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. അർജന്റീന ചാമ്പ്യന്മാരായി, 2ാം സ്ഥാനം ഫ്രാൻസ്, 3ാം സ്ഥാനം ക്രൊയേഷ്യ, 4ാം സ്ഥാനം മൊറോക്കോ. ഇനി നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന 5 അവാർഡ് പഠിക്കാം. കേരള PSCക്ക് സ്ഥിരമായി ചോദിക്കുന്ന 5 അവാർഡുകൾ ഫിഫ വേൾഡ് കപ്പ് 2022 ഖത്തറിൽ നിന്ന്. ബെസ്റ്റ് പ്ലെയർ ഖത്തർ ഫിഫ വേൾഡ് കപ്പിലെ മികച്ച താരം, അതിനുള്ള അവാർഡാണ് ഗോൾഡൻ ബോൾ. കേരള PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഗോൾഡൻ ബോൾ അവാർഡ് നേടിയ താരമാണ് ലയണൽ മെസ്സി. മികച്ച താരം ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡാണ് ഗോൾഡൻ ബോൾ. അവാർഡ് നേടിയ താരമാണ് ലയണൽ മെസ്സി. ഇനി ടോപ്പ് സ്കോറർ, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ടോപ്പ് സ്കോറർ, അതിനുള്ള അവാർഡാണ് ഗോൾഡൻ ബൂട്ട്. ആ നേടിയ വ്യക്തിയാണ് കിലിയൻ എംപാംപെ. ഫ്രാൻസിന്റെ താരമാണ് കിലിയൻ എംപാംപെ. ഇനി ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള അവാർഡാണ് ഗോൾഡൻ ഗ്ലോവ്.
ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടിയ താരമാണ് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനിയൻ താരമാണ്. ഇനി മികച്ച യുവതാരം, ബെസ്റ്റ് യങ് പ്ലെയർ, മികച്ച യുവതാരത്തിനുള്ള അവാർഡ് നേടിയ താരമാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസ് അർജന്റീന താരമാണ്. ഇനി ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ രാജ്യമാണ് ഇംഗ്ലണ്ട്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കുക. ഈ 5 അവാർഡാണ് കേരള PSCക്ക് സ്ഥിരമായി ചോദിക്കുന്നത്. ബെസ്റ്റ് പ്ലെയർ, അതിൻ്റെ അവാർഡിൻ്റെ പേര് ഗോൾഡൻ ബോൾ, അവാർഡ് നേടിയത് ലയണൽ മെസ്സി. ടോപ്പ് സ്കോറർ, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരമാണ് കിലിയൻ എംബാപ്പെ. ബെസ്റ്റ് ഗോൾ കീപ്പർ, അതിൻ്റെ അവാർഡാണ് ഗോൾഡൻ ഗ്ലൗ, നേടിയ താരമാണ് എമിലിയാനോ മാർട്ടിനസ്. ബെസ്റ്റ് യങ് പ്ലെയർ, മികച്ച യുവതാരമാണ് എൻസോ ഫെർണാണ്ടസ്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് നേടിയ രാജ്യമാണ് ഇംഗ്ലണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഓർത്ത് വയ്ക്കുക, ഫുട്ബോൾ വേൾഡ് കപ്പിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് മിറോസ്ലാവ് ക്ലോസെ. ഓർത്തേക്കണേ, 16 ഗോള്. അതായത് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പിൽ ഗോൾ നേടിയ താരമാണ്, സ്ഥിരം ക്വസ്റ്റ്യനാണ്, മിറോസ്ലാവ് ക്ലോസെ, 16 ഗോൾസ്. രണ്ടാം സ്ഥാനം അതും പ്രിയസ്, അത് റൊണാൾഡോ നസാരിയോ. റൊണാൾഡോ നസാരിയോ, അത് 15 ഗോൾസ്. ഇത് ബ്രസീലിയൻ താരമാണ് റൊണാൾഡോ നസാരിയോ, 15 ഗോള്. ഏറ്റവും കൂടുതൽ ഗോള് മിറോസ്ലാവ് ക്ലോസെ, ജർമ്മൻ താരമാണ്. ഇത് രണ്ടും മറന്നു വരുത്. ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരമാണ് മിറോസ്ലാവ് ക്ലോസെ, 16 ഗോള്. രണ്ടാം സ്ഥാനം റൊണാൾഡോ നസാരിയോ, 15 ഗോള്. മിറോസ്ലാവ് ക്ലോസെ ജർമ്മൻ താരമാണ്, റൊണാൾഡോ നസാരിയോ ബ്രസീലിയൻ താരമാണ്. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ആ ക്ലബ്ബ് ഫുട്ബോൾ എല്ലാം അടക്കമാണ് ചോദിക്കുന്നത്. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഫുട്ബോൾ ഹിസ്റ്ററി അങ്ങനെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫിഫ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോള് മിറോസ്ലാവ് ക്ലോസയ്ക്ക്, അത് രണ്ടാം സ്ഥാനം റൊണാൾഡോ നസാരിയോയ്ക്ക്. ഇനി നെക്സ്റ്റ് നോക്കാം, ICC വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ഏറ്റവും ലേറ്റസ്റ്റ്. ഫിഫ വേൾഡ് കപ്പ് 2022 2023 ലേറ്റസ്റ്റ് കഴിഞ്ഞത് ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ICC വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 നോക്കാം. ക്രിക്കറ്റ് വേൾഡ് കപ്പ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് റീസെൻ്റ്ലി ഫിഫ വേൾഡ് കപ്പിന്ന് CSEB വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതേ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിയാക്കാൻ വേണ്ടി പറ്റണം. നോക്കാം. വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് ദി 2022 ഫിഫ വേൾഡ് കപ്പ്? CSEB 2018-2022 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി ഒമാൻ, ഓപ്ഷൻ സി ഖത്തർ, ഓപ്ഷൻ ഡി യമൻ. ഏതാണ് ആൻസർ? 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി സി ഖത്തർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വോൺ ദി ഗോൾഡൻ ബൂട്ട് അവാർഡ് ഇൻ ഫിഫ വേൾഡ് കപ്പ് 2022? CSEB 1032/2023 ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലയണൽ മെസ്സി, ഓപ്ഷൻ ബി റൊണാൾഡോ, ഓപ്ഷൻ സി കിലിയൻ എംബാപ്പെ, ഓപ്ഷൻ ഡി എമിലിയാനോ മാർട്ടിനസ്. നമ്മൾ ചോദിച്ചത് ഗോൾഡൻ ബൂട്ട് അവാർഡാണ്. ഗോൾഡൻ ബൂട്ട് അവാർഡ് 5 അവാർഡിലൊരു അവാർഡാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ്. ആ ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരന്മാര്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി കിലിയൻ എംബാപ്പെ. ഗോൾഡൻ ബോൾ ലയണൽ മെസ്സിക്ക്, ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയ്ക്ക്, ഗോൾഡൻ ഗ്ലൗവ് എമിലിയാനോ മാർട്ടിനസിന്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി കിലിയൻ എംബാപ്പെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് 2024 ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ജനുവരി 13 രാവിലത്തെ എക്സാം, അസിസ്റ്റന്റ് സെക്രട്ടറി. ജനുവരി 13 അസിസ്റ്റന്റ് സെക്രട്ടറിയിലെ രാവിലെ എക്സാം. വേർ വിൽ ദി 2026 ഫിഫ വേൾഡ് കപ്പ് ഹെൽഡ്? ഓപ്ഷൻ എ മെക്സിക്കോ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി USA, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഏതായിരിക്കും ആൻസർ വരാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ഓൾ ഓഫ് ദി അബോവ്. അതായത് 2026 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ 3 രാജ്യങ്ങളാണ്, മെക്സിക്കോ, കാനഡ, USA. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. ഇനി അന്ന് തന്നെ ജനുവരി 13 ഉച്ചയ്ക്ക് ശേഷം അടുത്ത എക്സാം ജൂനിയർ ക്ലർക്ക്. ക്വസ്റ്റ്യൻ വന്നേക്കാണ്, ഹു വോൺ ദി ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ്, മികച്ച യുവതാരം ഇൻ ഫിഫ വേൾഡ് കപ്പ് 2022? CSEB 1045/2023. ഓപ്ഷൻ എ എൻസോ ഫെർണാണ്ടസ്, ഓപ്ഷൻ ബി ലുക്കാസ് പെഡോൾസ്കി, ഓപ്ഷൻ സി തോമസ് മുള്ളർ, ഓപ്ഷൻ ഡി ലാൻഡൻ ഡോനോവാസ്. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ?
ബെസ്റ്റ് യങ് പ്ലെയർ അവാർഡ് 2022 ഫിഫ വേൾഡ് കപ്പിലെ മികച്ച യുവതാരാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ എൻസോ ഫെർണാണ്ടസ്. ഇനി നമുക്ക് ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്ക് പോവാം. ICC ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആദ്യം പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ്, നിലവിലെ വേദികൾ എവിടേക്കാണെന്ന് നോക്കാം. 2019 ICC ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായത് ഇംഗ്ലണ്ടും വെയിൽസും ആയിരുന്നു. ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. ചാമ്പ്യന്മാര് ഇംഗ്ലണ്ട്. വേദിയായ രാജ്യം തന്നെയായിരുന്നു ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടായിരുന്നു ചാമ്പ്യന്മാര്. ഇനി സ്ഥിരം ക്വസ്റ്റ്യൻ, 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായ രാജ്യം ഏതായിരുന്നു? ഇന്ത്യ. മറന്നു വരുന്നത്, ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തായിരുന്നത്. ഇനി അടുത്ത് നടക്കാൻ പോണത് 2027 2027 ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. ഓർത്തേക്കാണ് 3 രാജ്യങ്ങളാണ്, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. ഇപ്പോൾ ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക, ഓപ്ഷൻ ബി സിംബാബ്വെ, ഓപ്ഷൻ സി നമീബിയ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ്. അങ്ങനെ ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. 3 രാജ്യങ്ങളായിട്ടാണ് അടുത്ത ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോണ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. ഇനി 2031 വേദി ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യയും ബംഗ്ലാദേശാണ് 2031 വേദി. അപ്പോൾ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ പറയുന്നത് കേരള PSCക്ക് 2023 വേദിയായ രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത്. 27 നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ, ആ 3 രാജ്യങ്ങളായിട്ട്. 31 വേദി ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം. 13ാമത് ICC ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 കറണ്ട് അഫയർ. ഏറ്റവും റീസെന്റ് നടന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പാണ് 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ്. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പില് ചാമ്പ്യന്മാര് വിന്നർ ഓസ്ട്രേലിയ, 6th ടൈറ്റിൽ, അവരുടെ 6ാമത്തെ കിരീടമാണ് 2023 നേടിയത്. ഇനി മോസ്റ്റ് സക്സസ്ഫുൾ ടീം, ഏറ്റവും സക്സസ്ഫുൾ ടീം ഓസ്ട്രേലിയ തന്നെയാണ്. 6 പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് 6 പ്രാവശ്യം നേടിയ രാജ്യമാണ് ഓസ്ട്രേലിയ. ഇനി അതിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ. റണ്ണറപ്പായ രാജ്യം ഇന്ത്യ തന്നെയാണ്. റണ്ണറപ്പ് 2ാം സ്ഥാനക്കാര് ഇന്ത്യ. ഇനി സെമിഫൈനലിൽ പ്രവേശിച്ച 4 രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക. സെമിഫൈനലിസ്റ്റുകൾ 4 പേര്, ഓസ്ട്രേലിയ, ഇന്ത്യ, ന്യൂസിലാൻഡ്, സൗത്ത് ആഫ്രിക്ക. ഇനി ഇനാഗ്രൽ സെറമണി അതുപോലെ ഫൈനൽ മാച്ചിന് വേദിയായ സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം, അഹമ്മദാബാദ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം, അഹമ്മദാബാദ്. അതായിരുന്നു ഇനാഗ്രൽ സെറമണിക്കും ഫൈനൽ മാച്ചിനും വേദിയായ സ്റ്റേഡിയം, നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഇനി നമുക്ക് പ്രീവിയസ് ഉള്ള 4 അവാർഡ് പഠിക്കാം. 4 അവാർഡുകളാണ് നമുക്ക് പ്രീവിയസ് ഉള്ളത്. മാൻ ഓഫ് ദി മാച്ച് ഇൻ ഫൈനൽ, ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ചായ താരമാര് ട്രാവിസ് ഹെഡ്, ഓസ്ട്രേലിയൻ താരമാണ്. ട്രാവിസ് ഹെഡ് ആയിരുന്നു ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച്. ഇനി ആ ടൂർണമെന്റിന്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, ആ ടൂർണമെന്റിലെ മികച്ച താരാര്, അത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെന്റിലെ മികച്ച താരം വിരാട് കോഹ്ലി. ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചാണ് ട്രാവിസ് ഹെഡ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ചോദിക്കണമെങ്കിൽ വിരാട് കോഹ്ലി. ടൂർണമെന്റിലെ മികച്ച താരം വിരാട് കോഹ്ലി. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ട്രാവിസ് ഹെഡ്. ഇനി ഏറ്റവും കൂടുതൽ റൺ എടുത്ത താരം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം, അത് രണ്ടും പ്രീവിയസ്. മോസ്റ്റ് റൺസ്, ഏറ്റവും കൂടുതൽ ആ ടൂർണമെന്റിൽ റൺ എടുത്ത താരം വിരാട് കോഹ്ലി, 765 റൺസ് വിരാട് കോഹ്ലി. ഇനി മോസ്റ്റ് വിക്കറ്റ് ടേക്കർ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരമാണ് മുഹമ്മദ് ഷാമി, 24 വിക്കറ്റ്. പുറത്തേക്ക് ഏറ്റവും കൂടുതൽ റണ്ണ് ICC ODI ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2023 ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം വിരാട് കോഹ്ലി, ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത താരം മുഹമ്മദ് ഷാമി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സെഞ്ചുറീസ്. സ്ഥിരമായി ചോദിക്കുന്ന ഏരിയയാണ് അന്താരാഷ്ട്ര സെഞ്ചുറികൾ. മോസ്റ്റ് സെഞ്ചുറീസ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരങ്ങൾ. നമുക്ക് 2 പേര് വെച്ചിട്ടാണ് സ്ഥിരമായിട്ട് കമ്പാരിസൺ ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കറും ഒന്ന് വിരാട് കോഹ്ലിയും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ തികച്ച ആദ്യ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 സെഞ്ചുറികൾ നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ അടുത്ത പ്രീവിയസ് ആണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാര്.
അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 51 സെഞ്ചുറികൾ. 51 സെഞ്ചുറികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരന്മാർ. അത് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിക്ക് 50 സെഞ്ചുറി. ഓർത്തേക്കണേ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ്, ടെസ്റ്റ് ആ വാക്ക് പറയണമെങ്കിൽ ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ 51 സെഞ്ചുറി. അന്താരാഷ്ട്ര ODI ക്രിക്കറ്റിൽ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി വിരാട് കോഹ്ലിക്ക് 50 എണ്ണം. ഓർത്തേക്കുക. ഈ ടേബിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സച്ചിൻ ടെണ്ടുൽക്കറിന് ടെസ്റ്റിൽ 51 സെഞ്ചുറി, ODIയിൽ 49 സെഞ്ചുറി, T20യിൽ 0, ടോട്ടൽ സെഞ്ചുറികളുടെ എണ്ണം 100. അടുത്ത് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിക്ക് ടെസ്റ്റിൽ 29 സെഞ്ചുറി, ODIയിൽ 50 സെഞ്ചുറി. ഓർത്തേക്കണേ. വേൾഡ് കപ്പിൽ അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡിനെതിരെയാണ് വിരാട് കോഹ്ലി തൻ്റെ 50ാം സെഞ്ചുറി തേച്ച്. ഓർത്തേക്കണേ. അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് 50ാം സെഞ്ചുറി, ODIയിൽ 50ാമത്തെ. T20യിൽ ഒരെണ്ണം. ആകെ ടോട്ടൽ നേടിയ സെഞ്ചുറികളുടെ എണ്ണം 80. പിന്നെ ഓർത്തേക്കുക, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിനത്തിൽ ആകെ നേടിയ റണ്ണിൻ്റെ എണ്ണം എത്രയാണ്? അത് 18,426 റൺസ്. സച്ചിൻ ടെണ്ടുൽക്കർ ODIയിൽ എടുത്ത ആകെ റണ്ണ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18,426 റൺസ്. ആ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ODIയുടെ റണ്ണ് എത്രയാണ്? 18,426. സെഞ്ചുറികൾ ODIയിൽ 49 ഉള്ളൂ. വിരാട് കോഹ്ലിക്കാണ് 50. അത് വേൾഡ് കപ്പ് സെമിഫൈനലിൽ അഗേൻസ്റ്റ് ന്യൂസിലാൻഡിനെതിരെ. അത് ഓർത്തേക്കാണ് 50ാമത്തെ സെഞ്ചുറി അഗേൻസ്റ്റ് ന്യൂസിലാൻഡ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 50 സെഞ്ചുറി ഉള്ളത് സച്ചിനാണ്. ODIയിൽ 50 സെഞ്ചുറി ഉള്ളത് വിരാട് കോഹ്ലിക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം ആ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഓർത്തേക്കുക. ടെസ്റ്റിലും ODIയിലും ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം, അങ്ങനെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആൻസർ. T20യിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം, T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 2ാം സ്ഥാനത്ത് രോഹിത് ശർമ്മ. ഏകദേശം നിസ്സാർ റണ്ണാണ് ഡിഫറൻസ് ഉള്ളൂ. ഇപ്പോൾ കറൻ്റ് വിരാട് കോഹ്ലിയാണ് ടോപ്പ് റൺ സ്കോറർ T20യിൽ. മൊത്തത്തിൽ 3 ഫോർമാറ്റ് കൂടി ടോട്ടൽ ചോദിക്കണമെങ്കിൽ സച്ചിനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തേക്കുക. ഇപ്പോൾ റീസെൻ്റ് ചോദിക്കുന്നത് സെഞ്ചുറീസിന് എണ്ണം ബേസ് ചെയ്തിട്ടാണ്. ടെസ്റ്റിൽ 50 സെഞ്ചുറി സച്ചിന്, ODIയിലാണ് വിരാട് കോഹ്ലിക്ക്. 100 സെഞ്ചുറി നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. വിരാട് കോഹ്ലിക്ക് 80 എണ്ണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സമ്മർ ഒളിമ്പിക്സിന്റെ വേദികൾ. കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോണത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ് ഒളിമ്പിക്സ്. സമ്മർ ഒളിമ്പിക്സ് 2020 വേദിയായിരുന്നു ടോക്കിയോ, ജപ്പാൻ. 2020 വേദി ടോക്കിയോ, ജപ്പാൻ. ഈ വർഷം ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2024 വേദി പാരീസ്, ഫ്രാൻസ്. മറന്നു വരുന്നത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഈ വർഷത്തെ ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ്, ഫ്രാൻസ്. ഇനി 2028 വേദിയാണ് ലോസ് ഏഞ്ചൽസ്, USA. 2028 വേദിയാണ് ലോസ് ഏഞ്ചൽസ്, USA. 2032 വേദിയാണ് ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. 4 പ്രീവിയസ് ഓർത്തേക്കാം. 2020 വേദി ടോക്കിയോ, ജപ്പാൻ. 24 പാരീസ്, ഫ്രാൻസ്. 28 ലോസ് ഏഞ്ചൽസ്, USA. 32 ബ്രിസ്ബെയിൻ, ഓസ്ട്രേലിയ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ താരമാണ് നീരജ് ചോപ്ര, ഹരിയാനക്കാരനാ. മറന്നു വരുത്, നീരജ് ചോപ്ര, ഹരിയാന. ജാവലിൻ ത്രോയ്ക്കാണ് അദ്ദേഹത്തിന് സ്വർണം കിട്ടിയ. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ താരമാണ് നീരജ് ചോപ്ര, ഹരിയാനക്കാരനാണ്. ജാവലിൻ ത്രോയ്ക്കാണ് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ കിട്ടിയത്. 87.58 മീറ്റർ അദ്ദേഹം എറിഞ്ഞ്. 87.58 മീറ്റർ. ഇനി നമുക്ക് വിന്റർ ഒളിമ്പിക്സ് നോക്കാം. വിന്റർ ഒളിമ്പിക്സ് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നത് 2022 2026 നോക്കാം. 2018 വേദി പ്യോങ്ചാങ്, സൗത്ത് കൊറിയ. 2018 വേദിയായിരുന്നു പ്യോങ്ചാങ്, സൗത്ത് കൊറിയ. സ്ഥിരം ക്വസ്റ്റ്യൻ. 2022 വേദിയാണ് ബെയ്ജിംഗ്, ചൈന. 2022 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ബെയ്ജിംഗ്, ചൈനയായിരുന്നു. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി മിലാൻ, മിലാൻ ആൻഡ് കോർട്ടിന ഡി ആംബസോ, ഇറ്റലി. PSCയുടെ സ്ഥിര ഓപ്ഷനിൽ ഇറ്റലിയാണ് വരാറ്. ഇറ്റലി, ഇറ്റലിയുടെ സ്ഥലങ്ങളാണ് മിലാൻ ആൻഡ് കോർട്ടിന ഡി ആംബസോ. 2022 വേദി ബെയ്ജിംഗ്, ചൈന. 2026 വേദിയാണ് മിലാൻ ആൻഡ് കോർട്ടിന ഡി ആംബസോ, ഇറ്റലി. 26 വേദി ഇറ്റലിയാണ്.
ഇനി CSEBയുടെ റീസെൻ്റ്ലി പ്രീവിയസ് വേർ വിൽ ദി 2024 ഒളിമ്പിക്സ് ബി ഹെൽഡ്? CSEB 1031/2023. ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി മോൺട്രിയാൽ, ഓപ്ഷൻ സി സിയോൾ, ഓപ്ഷൻ ഡി ലണ്ടൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ പാരീസ്. പാരീസിലാണ് 2024 ഈ വർഷത്തെ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്. പാരീസ്, ഫ്രാൻസ്. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. പാർട്ട് 2ൽ ഇമ്പോർട്ടൻ്റ് വേദികൾ തന്നെയാണ്. മെയിനായിട്ട് G20, ആസിയാൻ ഉച്ചകോടികൾ. അതുപോലെ തന്നെ സ്പോർട്സിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം. 4 ഗ്രാൻഡ് സ്ലാം വിജയികൾ ആരൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. 23 വിജയിക്കാർ, 24 വിജയികളാർ. അതൊക്കെയാണ് രണ്ടാം സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 2ലേക്ക് കടക്കാം.